കണക്കിലെ എളുപ്പവഴികൾ എന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നിൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് 21 × 51, 71 × 61 പോലെ ഒന്നിൽ അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യകളുടെ ഗുണനങ്ങൾ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒന്നിൽ അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യകളുടെ ഗുണനങ്ങളുടെ ഏറ്റവും അവസാനത്തെ സംഖ്യ എപ്പോഴും എന്തായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. ഇനി ആദ്യം നമ്മൾ 10ൻ്റെ സ്ഥാനത്ത് രണ്ടക്കങ്ങൾ നോക്കുക. ഈ കേസിൽ 10ൻ്റെ സ്ഥാനത്ത് രണ്ടക്കങ്ങൾ 2ഉം 3ഉം ആണ്. അപ്പോൾ 2ഉം 3ഉം കൂട്ടുക, അപ്പോൾ 5 കിട്ടുന്നു. അപ്പോൾ 5 കിട്ടുന്നു. പിന്നെ 2ഉം 3ഉം ഇൻറ്റു ചെയ്യുക, അപ്പോൾ 6 കിട്ടുന്നു. നമ്മുടെ ഉത്തരം 6, 5, 1 ആണ്. ഓക്കെ, ഈ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു വേരിയേഷൻ വരും. അതായത് ഇപ്പോൾ 2ഉം 3ഉം കൂട്ടിയപ്പോൾ നമുക്ക് 5 കിട്ടി. വേറെ സംഖ്യകളാണെങ്കിൽ, അതായത് 7ഉം 8ഉം ഒക്കെ ആണെങ്കിൽ നമുക്ക് 10ൽ കൂടുതലുള്ള സംഖ്യ കിട്ടും. ഈ 10ൽ കൂടുതലുള്ള സംഖ്യ കിട്ടുമ്പോൾ നമ്മൾ, അതായത് ഇപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിളിൽ നമുക്ക് പറയാം. 81 × 51. ഓക്കെ, നമുക്കറിയാം അവസാനത്തെ ഒക്കെ എപ്പോഴും എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് 8ഉം 5ഉം ആണ് നമ്മുടെ 10ൻ്റെ സ്ഥാനത്ത് അക്കങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8ഉം 5ഉം കൂട്ടണം. 8ഉം 5ഉം കൂട്ടിയിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നത് 13 എന്നുള്ളതാണ്. അതിൽ 3ആണ് നമ്മുടെ അവസാനത്തെ രണ്ടാമത്തെ അക്കം. ബാക്കിയുള്ള 1, ആ 13ലെ 1 എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 8ഉം 5ഉം ഗുണിക്കുക, 40. എന്നിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടുക, ആ 13ൻ്റെ 1 കൂട്ടുക, അപ്പോൾ 41. അപ്പോൾ നമുക്ക് ഉത്തരം 41, 31 എന്ന് കിട്ടും. ഒന്നുകൂടെ പറയാം, 81 × 51 കൂടി ചെയ്യുന്നത്. അവസാനത്തെ ഒക്കെ എപ്പോഴും 1 ആയിരിക്കും. അടുത്തൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 8ഉം 5ഉം കൂട്ടി നമുക്ക് 13 കിട്ടി. 10ൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ആ അവസാനത്തെ ഒറ്റക്കം മാത്രം എടുക്കുക, 3. പിന്നെ 10ൻ്റെ അക്കം എന്ത് ചെയ്യണം? 8ൻ്റെയും 5ൻ്റെയും ഗുണിതത്തോട് കൂട്ടണം. അതായത് ഇവിടെ 40ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി 41, 31 ആൻസർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 51, 61. അവസാനത്തെ ഒക്കെ എപ്പോഴും എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി അടുത്ത കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 5ഉം 6ഉം കൂട്ടി. അപ്പോൾ 5ഉം 6ഉം കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 11 കിട്ടി. ആ 11ലെ ഒറ്റയുടെ 1 നമ്മൾ അവിടെ വച്ചു. അതായത് അവസാനത്തെ രണ്ടാമത്തെ അക്കം ഒറ്റയുടെ 1 തന്നെയാണ്. 10ൻ്റെ 1 എടുത്തിട്ട് 5ൻ്റെയും 6ൻ്റെയും ഗുണിതഫലത്തോട് കൂട്ടി. അതായത് 5ൻ്റെ 6 ഗുണിതം 30ആണ്. 30നോട് 1 കൂട്ടി 31. അപ്പോൾ ആൻസർ 31, 11. നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾ വേഗത്തിൽ നോക്കാം. 31 × 21. അപ്പോൾ അവസാനത്തെ ഒക്കെ 1 തന്നെയാണ്. പിന്നെ 2, 3 കൂട്ടുക, 5 കിട്ടി. 5 10ൽ താഴെയാണ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ 1, പിന്നത്തേക്ക് 5, പിന്നെ 2 × 3 6. അപ്പോൾ ഉത്തരം 6, 5, 1. ഇനി 41 × 71. അവസാനത്തെ ഒക്കെ എപ്പോഴും 1 ആണ്. പിന്നെ 4, 7 കൂട്ടി നമുക്ക് 11 കിട്ടി. അപ്പോൾ അതിനകത്ത് ഒറ്റയുടെ 1 അവിടെ നിർത്തി. മറ്റേ 10ൻ്റെ 1 നമ്മൾ എന്ത് ചെയ്തു? 4, 7 ഗുണിക്കുക, അപ്പോൾ 28. അതേ പ്ലസ് 1, 29. അപ്പോൾ ആൻസർ 29, 11 കിട്ടും. അതുപോലെ 21, 11. അവസാനത്തെ അക്കം 1. പിന്നെ 2ഉം 1ഉം കൂട്ടി. 2ഉം 1ഉം കൂടി 3 കിട്ടി. പിന്നെ 2ഉം 1ഉം ഗുണിച്ച് 2 കിട്ടി. അപ്പോൾ 2, 3, 1. 31, 11. അതേപോലെ തന്നെ അവസാനത്തെ അക്കം 1. പിന്നെ 1ഉം 3ഉം കൂട്ടിയപ്പോൾ 4 കിട്ടി. പിന്നെ 1 × 3, 3. ഇനി അടുത്തത് അവസാനത്തെ അക്കം 91 × 54. അവസാനത്തെ അക്കം 1 ആണ്. 9ഉം 5ഉം കൂട്ടി 14 കിട്ടി. ആ 14 4 അവിടെ നിർത്തി. പിന്നെ ആ 1 നമ്മൾ 9ൻ്റെ 5ൻ്റെ ഗുണിതഫലത്തോട് ആഡ് ചെയ്യും. അതായത് 9 × 5 + 1, അതായത് 45 + 1, 46. അപ്പോൾ ആൻസർ 46, 41. ഇനി 81, 71. അവസാനത്തെ ഒക്കെ 1 തന്നെയാണ്. 8, 7 കൂട്ടി 15 കിട്ടി. 8 × 7 എത്രയാണ്? സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 8 × 7 56 ആണ്. അപ്പോൾ 56നോട് കൂടി എന്ത് കൂട്ടണം? 1 കൂട്ടണം, 57. അപ്പോൾ 57, 51 ആണ് ആൻസർ. 73, 51 അല്ല. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഇപ്പോഴാണ് ശ്രദ്ധപ്പെട്ടത്. 57, 51 അവസാനത്തിൻ്റെ ആൻസർ. അപ്പോൾ താങ്ക്സ്. ഇതേപോലുള്ള വീഡിയോകൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.